Voice of God. God through evangelist Shaji Joseph. ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ സാധാരണ വിശ്വാസികൾ രോഗികളെ സൗഖ്യമാക്കും. ആ തോളിൽ കൈവയ്ക്കണം. നടുവിലാണെങ്കിൽ നടുവിൽ കൈവയ്ക്കണം. ഏമേ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് തോളിനോടല്ല, നിങ്ങൾ സംസാരിക്കുന്ന തോളിനോടല്ല, നടുവിനോടല്ല, പകരം അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സിക്സ് കിങ്ഡത്തിലെ ആ വേദനയുടെ ഫോഴ്സിനോട് സംസാരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുക. സഹോദരിമാരെ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ? നിങ്ങളുടെ പേഷ്യന്റിനെ ചെക്ക് ചെയ്തായിരുന്നോ? എന്ത് പറഞ്ഞു അവര്? എന്താ റിസൾട്ട് വല്ലതും പറഞ്ഞോ? കുറവുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നു സിസ്റ്ററുടെ വിഷയം? വേദന ഉണ്ടായിരുന്നു, അതിപ്പില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഇന്നലെ തുടങ്ങി ഇവിടെയാണ് വേദന തുടങ്ങിയത്, ഈ വശത്ത്. ഇത്ര ആശ്വാസം ഉണ്ടെന്നോ? പുറം വേദന എനിക്ക് മാറി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്ന ഈ രോഗാത്മാവ് ഈ കൈവച്ച ഭാഗത്തെ വേദനയോടെ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. ഇനി മേലിൽ വേദന നീ അവിടെ കാണരുത്. യേശുവിന്റെ നാമത്തിൽ ഈ പൈതന്റെ മകൾ സൗഖ്യം ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ സമയം യേശുവിന്റെ രക്തത്താൽ ഈ മകളുടെ മേലുള്ള പിശാചിനെ എല്ലാ അവകാശവും ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ മകളെ സൗഖ്യമാക്കി പ്രഖ്യാപിക്കുകയാണ്. യേശുവിനാൽ സൗഖ്യമാക്കിയാൽ യഥാർത്ഥ സൗഖ്യമായിരിക്കുന്നു. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്ന് ചെക്ക് ചെയ്താട്ടെ. സിസ്റ്റർ നടന്ന് ചെക്ക് ചെയ്താട്ടെ. പറഞ്ഞാട്ടെ, എന്താ റിയലി വേദന കുറവുണ്ട്. പൂർണ്ണമായിട്ട് പോയിട്ടില്ല. ഒന്നും കൂടി ശുശ്രൂഷിച്ചാട്ടെ സിസ്റ്ററെ. അമേൻ. ഒന്നും കൂടി ശുശ്രൂഷിച്ചാട്ടെ. അമേൻ. കുറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അത് പോവുകയാണ്. പറ്റി ഇപ്പൊ രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ മാറി, പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന ശരിക്കും മാറിയത്. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കർത്താവ് പറഞ്ഞത് ചുമ്മാ അല്ലെന്ന്. നമ്മളുടെ ഭയവും പേടിയൊക്കെ നിമിത്തമല്ലേ നമ്മൾ ചെയ്യാതിരിക്കണേ. ഏമേ. ചെന്നിരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. രോഗിക്കും ഡോക്ടറിനും പോകാൻ, രോഗിയല്ല സൗഖ്യമായ ആൾക്കും. അടുത്ത ശുശ്രൂഷ ജൂലൈ 9 മുതൽ 11 വരെ. നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്ന സാവകാശനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കൾ ഭൂമിയിൽ ദൈവിഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം, തുടർന്ന് ദൈവരാജ്യ അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവമക്കളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ പ്രോഗ്രാമിൽ പ്രിയ ദൈവജനമേ, കർത്താവ് ദാസൻ ഷാജി സുന്ദരൻ ഇന്നും വീണ്ടും സ്റ്റുഡിയോയിൽ നമ്മളോട് കൂടെയുണ്ട്. ജനത്തിൻ്റെ ചോദ്യങ്ങളുമായി പ്രിയ കർദാസൻ വന്നിരിക്കുമ്പോൾ പ്രിയ കർദാസിന് ഇന്ന് ജനത്തിൻ്റെ ഏത് ചോദ്യത്തിന് ഉത്തരം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനെ കുറിച്ച് ശക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്: കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യം അവകാശമാക്കേണ്ടതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുവാനിടയായി. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം അവകാശമാക്കുവാൻ എന്തൊക്കെ യോഗ്യതകളാണെന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുവാനിടയായി. എന്നാൽ ഇന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഒരു ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, നാം രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി, അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മാത്രം മതി, നാം തുടർന്ന് സ്വർഗരാജ്യം അവകാശമാക്കും എന്നൊരു ചിന്ത ആൾമോസ്റ്റ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ഹൃദയത്തിലുണ്ട്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ തന്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. എന്നാൽ ഇന്ന് ശിഷ്യന്മാരായിട്ട് നടക്കുന്ന ഓരോ വ്യക്തികളും പലരും ഇന്ന് ടീച്ച് ചെയ്യണ ഓരോ കാര്യമുണ്ട്, നാം രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒത്ത് വരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള ഈ വ്യത്യാസം എന്നൊന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ദാസൻ എന്താണെന്ന് ദൈവവചനാടിസ്ഥാനത്തിൽ പറയാനുള്ളത്? പ്രൈസ് ഗോഡ്. ദൈവവചനാടിസ്ഥാനത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: നമ്മളുടെ ഇന്ന് ഈ ലോകത്തിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളൊരു മീറ്റിംഗ് നടത്തി രക്ഷിക്കപ്പെടുവാനുള്ള കരങ്ങൾ ഉയർത്തുവാൻ പറഞ്ഞു. ഇന്ന് കരങ്ങൾ ഉയർത്തി പലപ്പോഴും
അതോടുകൂടെ ഒരു സ്നാനത്തിൻ്റെ ആഹ്വാനം കൊടുത്ത് സ്നാനപ്പെട്ടാൽ എല്ലാമായി എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. തീർച്ചയായിട്ടും. പ്രിയരെ, ദൈവവചനം പ്രസംഗിക്കുന്നതും കരങ്ങൾ ഉയർത്തി തീരുമാനമെടുക്കുന്നതും സ്നാനപ്പെടുന്നതും എല്ലാം നല്ലത് തന്നെ. അത് വേണം, നിശ്ചയം. ആമേൻ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. അതെ. നമ്മളുടെ ചിന്തയിൽ നമ്മൾ മാക്സിമം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ ഒരു DTH ഒരു BTH അല്ലെങ്കിൽ കുറേ ബൈബിൾ ക്ലാസ്സുകളൊക്കെ പോയി ഒരു മാക്സിമം ഒരു ശിഷ്യത്വ പദവിയിലേക്ക് നമ്മൾ ഉയരും. ഒരുപക്ഷെ കൃപാവരങ്ങളെ ശുശ്രൂഷിക്കുന്നവരായി തീരാം. നമ്മുടെ ചിന്തയിൽ അതാണ് ആത്മീയത്തിൻ്റെ ഉന്നത നിലവാരം. എന്നാൽ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ ഈ ആത്മീയത്തിൻ്റെ ഉന്നത നിലവാരത്തിലെത്തിയവരായിരുന്നു. ഒരു ശിഷ്യന്മാർ, അപ്പസ്തോലന്മാരാണ്. ആമേൻ. എന്നാൽ കർത്താവ് അവരോട് പറയുന്ന ഒരു രംഗമാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മളുടെ സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അവിടെ കർത്താവ് അവരോട് പറയുകയാണ്, ശിഷ്യന്മാർ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ആമേൻ. അപ്പോൾ പ്രിയരെ, ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് യേശു ക്രിസ്തു ഇത് തന്റെ ശിഷ്യന്മാരോട് പറയാനിടയാകുന്ന. യേശു ക്രിസ്തു അവിടെ വെറുതും പറയുകയല്ല, യേശു ക്രിസ്തു അവിടെ സത്യം ചെയ്യുകയാണ്. അതെ. സത്യം ചെയ്ത് പറയും. നമ്മളെപ്പോഴും എന്തെങ്കിലും സത്യം ചെയ്ത് പറയണമെങ്കിൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അതിനുണ്ട്. ഭാഗം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു ക്രിസ്തുവിടെ സത്യം ചെയ്യുകയാണ്. അതെ. എന്ന് ഞാൻ സത്യമായിട്ട്, നിങ്ങൾ എൻ്റെ പുറകെ നടക്കുന്ന ശിഷ്യന്മാരായ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും പറയുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സംസ്കാരവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനവ്യവസ്ഥയിലുള്ള സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ദേവദാസ് ചോദിച്ചത്. പ്രിയരെ, ഇന്നത്തെ സംസ്കാരം എന്തുമായിക്കോട്ടെ, ഇന്ന് ലോകം സഭയിലേക്ക് കയറി കിടക്കുകയാണ്. പല മേഖലകളിലും നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ട്രൂ ചർച്ച്, യേശു ആഗ്രഹിക്കുന്ന ചർച്ചാണ് സത്യസഭ. അതിന്ന് വളരെ കുറവാണ്. എന്നാൽ ഇന്ന് സഭയിലേക്ക് അല്ലെങ്കിൽ സഭകളിലേക്ക് ലോകം കയറി കിടക്കുകയാണ്. അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ കാണാം. പക്ഷെ ദൈവവചനം വ്യക്തമായി റോമൻസ് 12 നമ്മളോട് പറയുന്നു, ഈ ലോകത്തിന് നീ അനുരൂപമാകരുത്. അപ്പോൾ ഈ ലോകപ്രകാരമുള്ള ഭക്തിയുണ്ട്, ഈ ലോകപ്രകാരമുള്ള സഭയുണ്ട്, ഈ ലോകപ്രകാരമുള്ള പ്രീച്ചിങ് ഉണ്ട്, ഈ ലോകപ്രകാരമുള്ള ടീച്ചിങ് ഉണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ യേശുക്രിസ്തു പറഞ്ഞ ദൈവവചന അടിസ്ഥാനത്തിലുള്ള ടീച്ചിങ് ഉണ്ട്, പ്രീച്ചിങ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്, അതെ, ആ വേദപുസ്തകം എടുക്കുക. യേശുക്രിസ്തു എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി ആ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. പ്രിയരെ, ഇതിൻ്റെ വ്യത്യാസം ഞാനൊന്ന് മനസ്സിലാക്കി തരാം. വചനത്തിലൂടെ രക്ഷിക്കപ്പെട്ടാൽ അത് ലോകത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത്. അതെ. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ലോകത്തിൽ നിന്ന്, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ ആത്മീയമായി ദൈവരാജ്യത്തിലേക്ക് ചേർക്കുന്നുവെങ്കിലും അവരുടെ ഫുൾനെസ്സിൽ ദൈവരാജ്യത്തിൽ എത്തിയിട്ടില്ല. അതെ. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കിയാലേ ഈ കാര്യങ്ങളെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ആത്മലോകവും ആത്മീയ വളർച്ചയും. ഈ പുസ്തകം നിങ്ങൾ വായിച്ചാൽ അതിൽ ചിത്രങ്ങളടക്കം, പവർ പോയിന്റ് പ്രസൻറ്റേഷനിലെ ചിത്രങ്ങളടക്കം, ഏകദേശം ഞാൻ ചിന്തിക്കുന്നു ഒരു 30-നടുത്ത് ചിത്രങ്ങളടക്കം അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവദാസന്മാർക്ക് വളരെ പ്രയോജനകരമാണ്. അപ്പോൾ ഈ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നുവെങ്കിൽ അവൻ്റെ സ്പിരിറ്റ് ഭാഗം മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. അതെ. കർത്താവ് അവനെ വച്ചിരിക്കുന്നത്, ഇതിൻ്റെ വചനം പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം തോറും സഭയോട് ചേർത്തിരുന്നു. ആമേൻ.
അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയല്ല ചെയ്തത്, അവരെ ദൈവസഭയോട് ചേർത്തു. ഇനി സഭയിൽ നിന്നാണ് ആളുകൾ ദൈവരാജ്യം അവകാശമാക്കുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടത്, കടന്നു വരുന്നത്. അപ്പോൾ പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട ഈ ഭാഗം വളരെ ക്ലിയറായിട്ട് ദൈവവചനം പറഞ്ഞിരിക്കുന്നു. 3 ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ഇന്നതൊക്കെയാണ്. 1 ദൈവരാജ്യം, 2 സഭ, 3 ലോകം. അതെ. ഈ ഒരു അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്ന ലോകമാണ്. അതെ. ഈ ലോകത്തിൽ നിന്ന് യേശു കർത്താവ് നമ്മളെ വേർതിരിച്ചു, ഇന്ന് തൻ്റെ സഭയിൽ ആക്കി. തുടർന്ന് സഭയിൽ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നടത്തുന്നുവെങ്കിൽ അവിടെ നിന്ന് നാം വീണ്ടും പ്രൊമോട്ട് ചെയ്ത് ദൈവരാജ്യം അവകാശമാക്കുവാൻ ഇടയാകും. നിങ്ങൾ ചോദിക്കും, ഇതിനുള്ള വചനം എവിടെയാ, വചന വ്യവസ്ഥ എവിടെയാ എന്നൊക്കെ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം. അപ്പോൾ പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമുക്ക് രക്ഷ ആവശ്യമാണ്. അതെ. അല്ലെങ്കിൽ ലോകത്തിലുള്ള ജനത്തിന് രക്ഷ ആവശ്യം ആണ്. കാരണം ദൈവവചനം പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പാപികളെ രക്ഷിക്കാനാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. ഇനി രക്ഷിച്ച ജനത്തെ സഭയിലേക്ക് കയറ്റുകയാണ്. ആധാരമായിട്ട് നമുക്ക് വായിക്കാം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചാട്ടെ, 47-ാം വാക്യം പറയുകയാണ്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ചേർത്തുകൊണ്ടിരുന്നത് ഒരു പാസ്റ്ററല്ല, ഒരു എൽഡറല്ല, കർത്താവാണ് ദിനം പ്രതി തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്. ഈ സഭയിൽ നിന്ന് വേണം ഇനി ആളുകൾ ദൈവരാജ്യം അവകാശം ആക്കുവാൻ. ഇത് വളരെ വ്യക്തമായി ദൈവവചനം കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഇതെല്ലാം ചർച്ചകൾക്ക് എഴുതുന്ന ഈ ചർച്ചിലുള്ളവരോട് പറയുന്നു, നീ അനീതി പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-ാം വാക്യം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇത് ആർക്കെഴുതുന്നതാ? കൊരിന്ത്യ സഭയ്ക്ക്. ഇത് പ്രിയരെ, ഇത് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെട്ടവരെ എങ്ങോട്ട് ചേർത്തു? സഭയോട് ചേർത്തു. ആ രക്ഷിക്കപ്പെട്ട സഭയോട് പറയുകയാണ്, ഈ സഭയിലുള്ളവരെ നിങ്ങൾ അന്യായം ചെയ്താൽ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് കൊരിന്ത്യ സഭയോടാണെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ ആ കൊരിന്ത്യ ലേഖനത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ആർക്കാണ് എഴുതിയിരിക്കുന്നത്? വായിച്ചാട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തയേശുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. അപ്പൊ കൊരിന്തിലുള്ള ആർക്കാ എഴുതുന്നേ? ദൈവസഭയ്ക്ക്. അപ്പൊ ഈ ദൈവസഭ എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഒരു നാൾ കൈപൊക്കി കർത്താവിനെ സ്വീകരിച്ചവരുടെ കൂട്ടമാണ്. അവർക്കാണ് എഴുതുന്നത്. അവരോടാണ് പറയുന്നത്, അനീതി പ്രവർത്തിച്ചാൽ കുഞ്ഞെ നീ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദൈവരാജ്യം വേറെ, സഭ വേറെ, ലോകം വേറെ. ലോകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടവരെ എങ്ങോട്ട് ചേർത്തു? സഭയോട് ചേർത്തു. സഭയിൽ ദൈവം ആഗ്രഹിച്ച ജീവിതം നയിക്കുന്നവരെ എങ്ങോട്ട് ചേർക്കും? ദൈവരാജ്യം ചേർക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾക്കൊന്നും ഒരു കറയുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളെ ലഘൂകരിക്കുക. ദൈവ ഇഷ്ടത്തെ ലഘൂകരിക്കരുത്. നമുക്ക് പലതും ലഘൂകരിക്കാം. ഒരു സഹോദരൻ്റെ കുറ്റമുണ്ട്, കുറവുണ്ട്, തിന്മകളുണ്ട്, അത് നമുക്ക് ലഘൂകരിക്കാം. അത് നമ്മൾ ഒരിക്കലും മാക്സിമൈസ് ചെയ്യരുത്. അത് നമ്മൾ ലഘൂകരിക്കണം.
അത് നമ്മൾ കഴിയുന്നത് മറയ്ക്കണം. ആമേൻ. 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 എന്നാൽ ദൈവ ഇഷ്ടത്തെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ദൈവ ഇഷ്ടത്തെ ലഘൂകരിക്കരുത്. ദൈവ ഇഷ്ടത്തെ മാക്സിമൈസ് ചെയ്യുകയും ചെയ്യരുത്. ദൈവ ഇഷ്ടത്തെ ആസ് ഇറ്റ് ഈസ്, ആമേൻ. ദൈവം എങ്ങനെ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയാകണം. അതാണ് നല്ലത്. ദൈവത്തിൻ്റെ വചനത്തോടൊന്ന് കൂട്ടാനോ ദൈവത്തിൻ്റെ വചനത്തോടൊന്ന് കുറയ്ക്കാനോ അങ്ങനെ നമ്മൾ കള്ളനായി പിടിക്കപ്പെടാനോ ഇടയാകരുത്. ആമേൻ. ആമേൻ. പ്രിയരെ, ഇത് കൊറിന്ത്യയിലെ സഭയോട് മാത്രമല്ല, ഗലാത്യ സഭയോട് നോക്കുമ്പോൾ ഇത് തന്നെയാണ്. അതെ. ഗലാത്യ സഭയോട് അതിൻ്റെ 5-ാം അധ്യായം 19 വായിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ ദൈവരാജ്യാവകാശമാക്കിയില്ല. ആമേൻ. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19 മുതൽ ഒന്ന് വായിച്ചാട്ടെ പ്രിയ സഹോദര. ഇതും ഗലാത്യ സഭ എന്ന് പറയുന്നത് ഒരു നാൾ കൈവക്കി രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ നിൽക്ക് കർത്താവ് തൻ്റെ സഭയിൽ ചേർത്തവരോടാണ് ഈ പറയുന്നത്. വായിച്ചാട്ടെ 5:19 മുതൽ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാ. ആമേൻ. ഗലാത്യ സഭയിൽ കൈപൊക്കി രക്ഷിക്കപ്പെട്ട് വന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് ഞാൻ ഇപ്പോഴും മാത്രമല്ല പറയുന്നത്, നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നേരത്തെ വല്ല ദൈവദാസന്മാർ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാകാം. ആമേൻ. ഇത് വീണ്ടും ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജഡത്തെ അനുസരിച്ചാൽ ഗലാത്യയിലെ സഭയെ, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലെ സഭയായിരിക്കാം, അതെ, യൂറോപ്പിലെ സഭയായിരിക്കാം, ന്യൂഡൽഹിയിലെ സഭയായിരിക്കാം, ആമേൻ, ബോംബെയിലെ സഭയായിരിക്കാം, തിരുവനന്തപുരത്തെ, എറണാകുളത്തെ, കോട്ടയത്തെ സഭയായിരിക്കാം, അല്ല അങ്ങ് ദോഹയിലെ അല്ലെങ്കിൽ മസ്കറ്റിലെ സഭയായിരിക്കാം, അല്ലെങ്കിൽ സലാലയിലെ സഭയായിരിക്കും. ഏത് സഭയായാലും, അത് ഗലാത്യ സഭയാകട്ടെ, എഫേസ്യ സഭയാകട്ടെ, ഏത് സഭയാണെങ്കിലും സഭയെ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, അനീതി പ്രവർത്തിച്ചാൽ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുക. നമുക്കൊരു ഭാഗം കൂടി നോക്കാം. ഇനി എഫേസ്യ സഭയോട് കൊണ്ട് പറയാൻ ശ്രദ്ധിച്ചാട്ടെ. എഫേസ്യ സഭയുടെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിച്ച്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധകനായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും, എഫേസ്യ സഭയിലെ കൈവക്കി രക്ഷിക്കപ്പെട്ട് ആരാധിച്ചു വരുന്ന ജനത്തോടാണ് പറയുന്നത്. പ്രിയരെ, നിങ്ങൾ സഭയിൽ ചേർന്നതാണ്, സത്യമാണ്. എന്നാൽ അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ദുർമാർഗങ്ങളെ, തിന്മകളെ, അതിൻ്റെ തൊട്ട് മുമ്പിൽ പറയുന്നുണ്ട്, ദുർനടപ്പ്, യാതൊരു അശുദ്ധി, അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. അങ്ങനെയാവുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ജീവിതം ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങൾ നയിക്കുന്നില്ല എങ്കിൽ, തിന്മയുടെ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. എന്നിട്ട് ഒരു വാണിംഗും കൂടി തരുന്നുണ്ട്, ആരും നിങ്ങളെ വ്യർത്ഥ വാക്കുകളാൽ ചതിക്കരുത്. അപ്പോൾ നമുക്കൊരു ചതി പറ്റാം. നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാകും, നീ ഒരിക്കലും കൈവക്കിയില്ലേ, നീ രക്ഷിക്കപ്പെട്ടില്ലേ. നമ്മൾ മാക്സിമം ചോദിക്കുന്നത്, രക്ഷിക്കപ്പെട്ടായിരുന്നോ, രക്ഷിക്കപ്പെട്ടതാണോ? അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചോദിക്കുന്നേ ഇല്ല. രക്ഷിക്കപ്പെട്ട സഭയിലൂടെ ചേർന്നത്, എന്നാൽ സഭയിൽ ദൈവരാജ്യം അവകാശമാക്കണം. ആ ഒരു ചോദ്യമാണ് ചോദിക്കണം, നീ ദൈവരാജ്യം അവകാശമാക്കുമോ? ദൈവരാജ്യം അവകാശമാക്കുമോ? ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് ഇടയാകണം. കർത്താവ് യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചോദിച്ചതിൻ്റെ അർത്ഥം ദൈവരാജ്യം അവകാശമാക്കുമെന്നാണ്. ആ ചോദ്യത്തിൻ്റെ അർത്ഥം കർത്താവ് അവരോട് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. വീണ്ടും പറയണോ, പലരും കടക്കാൻ നോക്കും. ലൂക്കോസ് വിശേഷമാണത്. പലരും കടപ്പാൻ നോക്കും. They will try.
ഉത്തരം കർത്താവ് അപ്പോൾ തന്നെ പറഞ്ഞു, നടക്കില്ല. നടക്കുകയില്ല താനും. ആമേൻ. അതെ. അപ്പോൾ പ്രിയരെ, നമ്മളുടെ ഈ ചെറിയ ജീവിതകാലം വളരെ ശ്രദ്ധയോടെ നാം നയിക്കുവാനായിട്ട് ഇടയാകണം. അല്ല എങ്കിൽ നാം വളരെ അബദ്ധത്തിൽ വീണു പോകുവാനായിട്ട് ഇടയാകും. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഇത് മൂന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതെ. ഒന്ന്, ലോകം, നമുക്കറിയാം നമ്മൾ വസിക്കുന്ന ലോകം. രണ്ട്, ദൈവം ആക്കുന്ന സഭ. അതെ. നമ്മളെ ഭൂമിയിൽ കാണുന്ന ആ കെട്ടിടമാണ് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ, ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തുടർന്ന് സഭയിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ ദൈവരാജ്യത്തിലേക്ക് ചേർത്തു. അപ്പൊ ഇത് മൂന്നാണ്. ഇത് വളരെ വ്യക്തമായി വചനത്തിലൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. നാം ലോകത്തിലായിരുന്നു. ലോകത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാം ദൈവരാജ്യം അവകാശമാക്കിയതിന് തുല്യമല്ലേ? അവകാശമാക്കിയതല്ലേ? ഇത് മനുഷ്യരിങ്ങനെ പറയാൻ കാരണം രക്ഷ എന്തെന്നുള്ള കാര്യം മനുഷ്യന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം അവകാശമാക്കിയതല്ല. കർത്താവ് യേശു വന്ന് നമ്മളെ രക്ഷിക്കാനാണ്. അത് പൂർണ്ണമായി രക്ഷിക്കാൻ തന്നെയാണ്. അല്ല, ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. രണ്ട്, ദൈവരാജ്യം അവകാശമാക്കിച്ചെന്നല്ല, ആദ്യം അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കുക. മത്തായി 1:21 വായിച്ചാട്ടെ. മത്തായി 1:21 വളരെ വ്യക്തമായിട്ട് പറയുന്നു യേശുവിൻ്റെ പർപ്പസ്. അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളുടെ എല്ലാ പാപങ്ങളും കർത്താവ് യേശു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എന്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടെ? പാപത്തിൽ നിന്ന്. ലോകത്തിൽ നാം പിടിക്കപ്പെട്ടു പോയി, പിശാചിന്റെ കീഴിൽ പിടിക്കപ്പെട്ടു പോയി. നമ്മുടെ പാപം കൊണ്ട്, ആദത്തിന്റെ പാപം കൊണ്ട് നാം പിടിക്കപ്പെട്ടു പോയി. അതിൽ നിന്ന് യേശു ആ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ. അതുകൊണ്ട് നമ്മൾ യേശുവിന്റെ നാമം ഏറ്റുപറഞ്ഞാൽ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നമ്മൾ ആ പാപത്തിന് രക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതിനെ നമുക്ക് വീണ്ടും കൺഫേം ചെയ്യാം. 2-3 പേരുടെ സാക്ഷ്യമൊഴിയിൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാൻ പറ്റും. റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 23-ാം വാക്യം പറയാണ്, സർവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇനി ഇവരെ ആ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരുക എന്നുള്ള യേശുവിന്റെ പദ്ധതി, അതിനാണ് ഇവനെ രക്ഷിച്ചത്. അപ്പോൾ അത് 25-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം നമ്മളെ ദൈവരാജ്യത്തിൽ അങ്ങ് അവകാശമാക്കിച്ചതല്ല, അതാണ് കർത്താവിന്റെ ആഗ്രഹം. അങ്ങോട്ട് കൊണ്ടുവരാനാണ് കർത്താവിന്റെ ആഗ്രഹം. പക്ഷെ അതിന് ആദ്യത്തെ പണിയാണ് നമ്മുടെ പാപങ്ങൾ നമ്മളെ വിടുവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുക. എന്നിട്ട് നമ്മളെ ഫ്രീ ആയിട്ട് നിർത്തുക, ദൈവ ഇഷ്ടം ചെയ്യാൻ. തുടർന്ന് കുഞ്ഞെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാം. നീ ദൈവത്തെ അനുസരിച്ച് ദൈവ ഇഷ്ടം ചെയ്താൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാം. ഇതുകൊണ്ടാണ് അവിടെ നിങ്ങൾ ചോദിക്കും, ഒരുപക്ഷെ കഴിഞ്ഞകാല പാപത്തിൽ ശിക്ഷയിൽ നിന്ന് ആണ് നമ്മളെ വിടുവിച്ചതെന്ന് എവിടെയാണ് പറയുന്നത്? വളരെ വ്യക്തമായിട്ട് പറയുന്നു, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നു നമ്മുടെ കർത്താവിന്റെ സഭയോട് ചേർക്കുകയാണ്. അതിന്റെ 3:25 കൂടി വായിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, ദൈവം തന്റെ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങൾക്ക് ശിക്ഷ ഉള്ളതാണ്. പക്ഷെ യേശു ആ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാ രക്ഷിക്കപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളെ ശിക്ഷയിൽ നമ്മളെ വിടുവിച്ചു, രക്ഷിച്ചു. മനസ്സിലാവുന്നുണ്ടോ? തുടർന്ന് ദൈവവചനം അപ്പോസ്തലപ്രവൃത്തി 2:47 പറയുന്ന പോലെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തിരുന്നു. തുടർന്ന് ദൈവ ഇഷ്ടം ചെയ്താൽ പ്രിയരെ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യം അവകാശമാക്കുവാനിടയാകും. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവിനനുസരിച്ച് നടക്കുക എങ്കിൽ നീ ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കുകയില്ല. ആത്മാവിനനുസരിച്ച് നടന്നാൽ നീ ജീവിക്കും, നിശ്ചയം. ജഡത്തെ അനുസരിച്ച് നടന്നാൽ നീ മരിക്കും. അപ്പോൾ പ്രിയ ദൈവജനമേ, നമുക്കൊരു തീരുമാനമെടുക്കാം.
ഒരു രക്ഷയുടെ അനുഭവത്തിൽ മാത്രമല്ല, തുടർന്ന് ഈ ദൈവത്തെ അനുസരിച്ച് ഞാൻ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവരാജ്യം അവകാശമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് തക്കവണ്ണം സമ്പൂർണ്ണമായി ദൈവമേ എന്നെ അങ്ങ് സ്വീകരിക്കണമേ ഒന്നൊരു തീരുമാനത്തോടെ ഇന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ഇതിൻ്റെ വലിയ കര നിങ്ങൾ കാണുവാനിടയാകും. മാത്രമല്ല, അനുഗ്രഹീതമായ ദൈവവചനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങൾക്കൊരു നിധിയായിരിക്കുവാനായിട്ട് ഇടയാകും. അനേക വചനങ്ങളിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മോൾഡ് ചെയ്യുവാനായിട്ട് ഇടയാകും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകായിരങ്ങൾ അങ്ങയുടെ സ്വരം ഞങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ നല്ല പിതാവേ, അപ്പാ അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് സഹായിക്കണമേ. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആത്മീയ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ അങ്ങ് മഞ്ഞും മഴയും അയച്ചിട്ട് കർത്താവേ കൂടെ ഇരിക്കണം, സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിക്കുകയാണ്. സകല ഭാരങ്ങളും പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് മാറിപ്പോവാനിടയാകട്ടെ. ദൈവരാജ്യം ഈ മക്കളുടെ ഉള്ളിൽ, മക്കളുടെ ഇടയിൽ ശക്തിപ്പെടുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നല്ലൊരു ദൂത് നിങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി. എന്താണ് രക്ഷയും ദൈവരാജ്യം അവകാശമാക്കുകയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി ദൈവം അടിസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനിടയായി. തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും ആഴത്തിലുള്ള ദൈവവചനവുമായി നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്.